ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ദളപതിയുടെ ലാസ്റ്റ് പടം ജനനായകന്റെ റിവ്യൂ റിയാക്ഷൻ ആണ്. റിവ്യൂ അല്ലല്ലോ, ടീസർ അല്ല, ട്രെയിലർ എന്ന് ഇറങ്ങിയിട്ടുണ്ട് 6:45 ഇപ്പൊ ഇറങ്ങിയിട്ടുള്ളൂ. അപ്പൊ നമുക്ക് വലിയ പ്രതീക്ഷ അപ്ഡേറ്റഡ് ആണ്. 6:45 ഇറങ്ങി 6:50 നമ്മൾ കാണുന്നു. നമുക്ക് വലിയ പ്രതീക്ഷ ഒന്നും ഇല്ല ഈ പടം, കാരണം ആളുടെ ആ പോസ്റ്ററുകൾ വന്നപ്പോഴും വലിയ താല്പര്യമൊന്നും ആയിട്ടില്ല. ഡാൻസ് ഇഷ്ടപ്പെട്ടു. ഏത് ദളപതി കച്ചേരിയാ? അപ്പൊ നമുക്ക് അതിന് പടം ഇങ്ങോട്ട് നോക്കാം, അല്ല ട്രെയിലർ ഇങ്ങോട്ട് നോക്കാം. ஒரு பேர் அனுப்பிச்சிருங்க, அவன் யார் என்னன்னு விசாரிச்சு சொல்ல. சம்பவம் பண்றவனு கேள்விப்பட்டிருப்பேன், அதுல ரெக்கார்டு வைக்கிறவனு கேள்விப்பட்டிருக்கியா? தளபதி தொட்டுறத ஸ்பேஸ் போட்டுவாங்க. நான் சாதாரண தான் பேபி, ஆனா செய்யற சம்பவம் எல்லாம் சூப்பரா இருக்கும்னு சொல்லுவாங்க. பொண்ணுங்களுக்கு பயம் இருக்க கூடாது சார். விஜய புலி மாதிரி வளர்க்கும். മമ്മിയുടെ മോളാണ്. இந்த வருஷமாவது ஆர்மி அப்ளிகேஷன்ல ஒழுங்கா கையெழுத்து போடுங்க. என் பொண்ணை தொட சொன்னவன் யாரு? யாரு? Let's play a game. இன்னிலிருந்து 30வது நாள் இந்தியா என் காலடியில வந்த பழம். என்ன பிளான்? ஓஎம் அழிவு. எனக்கு நாளெல்லாம் வேண்டாம். பாருங்க கை எப்படி நடக்குதுன்னு. விஜயோட பயத்துக்கு பின்னாடி ஏதோ பெருசா ஒண்ணு, அது தெரிஞ்சா இந்த நாட்டுக்கு வரப்போற ப்ராப்ளத்தையே தடுக்கலாம். மக்களுக்கு நல்லது பண்ற இதுக்குள்ள வராது, உன்னை காப்பாத்திக்கிட்டு ஓடி போயிட. ஐயோ பெண்களை ஒண்ணு நினைக்கிறாங்க, அவங்க ஜெயிக்க கூடாது. உன்னால ஒன்றும் பண்ண முடியாது, விலகி போ. மக்கள் அவனை கொண்டாடிக்கிட்டு இருக்காங்க, இப்ப கொன்ன கடவுளாயிருவான். அவனை உயிர் தெழ முடியாத சிலுவையில அறையணும். உன்னை காலி பண்ணிடுவேன், அசிங்கப்படுத்திடுவேன்னு சொல்ற எவனா இருந்தாலும் சரி, திரும்பி போற ஐடியாவே இல்ல. I am coming. மக்களுக்கு நல்லது பண்றதுக்கு அரசியலுக்கு வாங்கடா. ലാസ്റ്റ് എന്നിട്ടാ വന്നു പോയത് റാവണ. ഞാൻ സൂപ്പർ സാധാരണ വിജയപ്പെടും. തെറിയുടെ ഒക്കെ ഒരു ഇതുണ്ടല്ലേ, അത് മുകളിലുണ്ടാ, പക്ഷെ അതില് മോള് വലുതാവണില്ല, ഇതില് മോള് വലുതായിട്ടാണ് മമിത ആവുന്ന എന്ന് തോന്നുന്നു. വൈഫിനെ കാണിച്ചിട്ടില്ലല്ലോ, അപ്പൊ എനിക്ക് തോന്നുന്നു മോളാവില്ല ചിലപ്പോ. മേ ബി എടുത്ത വളർത്തുന്നതായിരിക്കും, പക്ഷെ സ്ഥിരം സംഭവം തന്നെ. ലാസ്റ്റ് ഈ ഭാഗത്ത് ഈ പടത്തിന്റെ വിട്ട് ആള് രാഷ്ട്രീയത്തിൽ കാണാൻ സംഭവം ലാസ്റ്റ് ക്ലൈമാക്സ് സംഭവത്തിലൊക്കെ ഉണ്ടാവും. പിന്നെ ആളുടെ കുറച്ച് ലൈഫായിട്ട് ഇപ്പൊ എന്തെങ്കിലും മാച്ച് ആയി കണക്ഷൻ ചെയ്യിപ്പിക്കാറില്ലേ. പിന്നെ ഈ രാഷ്ട്രീയത്തിന്റെ കുറച്ച് ആൾ ഇങ്ങനെയാണ് ചെയ്യാൻ പോണ, അങ്ങനെ ചെയ്യാൻ പോണ രാഷ്ട്രീയത്തിന്റെ ഇങ്ങനെ ഒരു നമുക്കൊരു കോരിത്തിരിപ്പിക്കുന്ന കുറച്ച് ഡയലോഗൊക്കെ വെക്കും, ആളുടെ ഒരു റിയൽ ലൈഫ് ഇൻസിഡന്റ് ഒക്കെ വെച്ചിട്ട്. അങ്ങനത്തെ ഒരു പടം തന്നെ ആയിരിക്കും സംഭവം. ഞാൻ അത്ര ഫുള്ള് തലപൊളി വിരിച്ചിട്ടുണ്ടായിരുന്നെ, ഞാൻ ബീസ്റ്റ് ഒക്കെ പോലെ വിരിച്ചിട്ടുണ്ടായിരുന്നു, അമ്മാതിരി സാധനമൊക്കെ ആവും. പക്ഷെ ട്രെയിലർ കണ്ടപ്പോ സാധാരണ വിജയ പടം തന്നെ, സാധാരണ ഡയലോഗ് തന്നെ, സാധാരണ ആളുടെ കാര്യങ്ങളൊക്കെ തന്നെ. വെറുതെ ഇങ്ങനെ ഒരു പടം എന്ന് അറിയാം, രണ്ട് വലിയ പ്രതീക്ഷ ഒന്നുമില്ല കണ്ടപ്പോ. പക്ഷെ കുറെ ലാസ്റ്റ് ഒരു സംഭവം ഒന്നുണ്ടായിരുന്നല്ലോ, എന്നിട്ടൊക്കെയാണ് എന്തൊക്കെ മേക്കിംഗ്. ഈ ട്രെയിലർ കട്ടതിലും കുറെ മേക്കിങ്ങിലൊക്കെ കുറെ സാധനങ്ങളൊക്കെ അടിച്ച് കയറ്റിയിട്ടുണ്ട്. എങ്ങനെ മറ്റേ വില്ലൻ ബോബിഡികളൊക്കെ എങ്ങനെയാവും കണ്ടറിയാം. അപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്തോളൂ കേട്ടോ. എന്തോ ഇതിന്റെ പ്രൊഡിക്ഷൻ, പടം ഹിറ്റ് ആവോ ഫ്ലോപ്പ് ആവോ? പടം ആവറേജ്, ബിലോ ആവറേജ്. ഞാൻ പറഞ്ഞ പടം ഹിറ്റ് ആവും. കളക്ഷൻ അത് വിജയുടെ എല്ലാ പടവും കളക്ഷൻ ബേസ് ഹിറ്റ് ആണല്ലോ. ബേസ്ഡ് എടുത്ത് നോക്കുകയാണെങ്കിലും കളക്ഷൻ ബേസ് ഹിറ്റ് ആണ്. അപ്പൊ നമുക്ക് ബാക്കി 9 തീയതി കണ്ടിട്ട് പറയാം.
ഓക്കെ ബൈ.